ട്രാൻസ്ഫോർമേഷനിൽ തന്നെ രണ്ട് തലമുണ്ട്. ഒന്ന് ഒരു അസെൻഡ് വേ ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, ഒപ്പം തന്നെ എ ഡിസെൻഡ് വേ ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. നമ്മൾ എയിം ചെയ്യുന്നത് നമ്മുടെ കോൺഫറൻസിലൂടെ എ മൂവ്മെൻറ്റ് ഓഫ് അസെൻഡാണ്. ആ അസെൻഡിൽ ഓർമ്മിക്കുന്നതാണ് ഞാൻ റൂമിയുടെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. വി ആർ നോട്ട് എ ഡ്രോപ്പ് ഇൻ അൻ ഓഷ്യൻ, ബട്ട് വി ആർ അൻ ഓഷ്യൻ ഇൻ എ ഡ്രോപ്പ് എന്ന് മനസ്സിലാകുമ്പോഴാണ് നമ്മുടെ മെറ്റമോർഫോസിസ് ഏറ്റവും നല്ലതാകുന്നത്. മെറ്റമോർഫോസിസ് മനസ്സിലാകുന്ന ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഒരു പുഴു. എൻ്റെ വീട് സീതത്തോടാണ്. സീതത്തോട്ടിൽ ഈ മൾബറി ചെടിയാണ്. ഞങ്ങളുടെ വീട്ടിലൊക്കെ മൾബറി ചെടിയാണ്. അത് പട്ടുനൂൽ പുഴു ഉണ്ടാക്കാൻ വേണ്ടിയൊന്നുമല്ല, ഞങ്ങൾക്ക് വല്ലപ്പോഴും പറിച്ച് തിന്നാൻ വേണ്ടിയാണ്. അന്നേരം അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ചിലപ്പോൾ ഈ ഇല ചുരുണ്ട് അതിനകത്ത് പുഴു കാണും. കുറച്ച് കഴിയുമ്പോൾ ആ പുഴുവിന് നല്ല രോമമൊക്കെ വെച്ച് നല്ല സുന്ദരിയുമായ ഒരു പുഴുവായിട്ട് മാറും. കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ ഇച്ചിരി വികൃതം പോലെ തോന്നും. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു ദിവസം ഈ അനന്തവിഹായസിൽ പറന്നുയരുന്ന ഒരു ചിത്രശലഭമായിട്ട് മാറും. അതാണ് മെറ്റമോർഫോസിസ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ MTSAയുടെ പ്രവർത്തനം കൊണ്ട്, ഈ വർഷത്തെ നമ്മുടെ ഈ സ്റ്റുഡൻസ് കോൺഫറൻസ് പ്രവർത്തനം കൊണ്ട് നമ്മുടെ ഒരു പ്യൂപ്പയുടെ അവസ്ഥയിൽ നിന്ന് അസെൻഡ് ജേണിയിലൂടെ നമ്മൾ ട്രാവൽ ചെയ്ത് നമ്മൾ ഒരു ബട്ടർഫ്ലൈ ആയിട്ട് മാറുകയാണ്. ബട്ടർഫ്ലൈ ആയിട്ട് മാറുമ്പോൾ എൻ്റെ കണ്ണിന് ഭയങ്കര കുളിർമ. അതിനെ എങ്ങനെങ്കിലും എൻ്റെ കയ്യിലൊന്ന് ആക്കിയാൽ കൊള്ളാമെന്നുള്ളൊരു ആഗ്രഹം എനിക്ക്. ഒപ്പം അതിനെ സ്നേഹിക്കണമെന്നുള്ളൊരു എനിക്ക് ആഗ്രഹം. അതിലൂടെ നമ്മൾ ലോകത്തെ സ്നേഹിക്കാനും നമ്മൾ സ്നേഹിക്കപ്പെടുവാനും നമ്മൾ സൗന്ദര്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകാനും നമ്മുടെ ജീവിതം തന്നെ ഒരു സൗന്ദര്യമായി തീരാനും ഒക്കെ ഇടയായിത്തീരും. അതിന് ഈ ക്യാമ്പ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കിനെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.